ഹായ്. ഇനി നമ്മൾ ചാപ്റ്റർ 2 അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് ക്ലാസ് 8ന്റെ നെക്സ്റ്റ് പോർഷൻ ആണ് എടുക്കുന്നത്. ക്ലാസ് 6 മുതൽ +2 വരെയുള്ളത് അപ്ലൈഡ് മാത്തമാറ്റിക്സിന്റെയും ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും 10ന്റെയും +2ന്റെയും ഒക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. സ്വാപ്പിംഗ് ആൻഡ് ഗ്രൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചു ചെയ്തു, അതുപോലെ തന്നെ അതിനെ ഓരോന്നിനെയും ഗ്രൂപ്പ് ചെയ്യുക. ലെറ്റ് us consider a simple expression having only two terms. രണ്ട് ടേംസ് മാത്രമുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ നോക്കുകയാണ്. മധു ഈസ് ഫ്ലൈയിങ് എ ഡ്രോൺ ഫ്രം എ ടെറസ്. അപ്പൊ ടെറസിൽ കയറി നിൽക്കുകയാണ്, ഒരു ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുക. ദ ഡ്രോൺ ഗോസ് 6 മീറ്റർ അപ്പ്. 6 മീറ്റർ വരെ മുകളിലേക്ക് പോയി. ദെൻ 4 മീറ്റർ ഡൗൺ. അവിടെ നിന്ന് എന്ത് ചെയ്തു? 4 മീറ്റർ താഴോട്ടേക്ക് വന്നു. Write an expression to show how high the final position of the drone is from terrace. അപ്പൊ ടെറസിൽ നിന്ന് ഇപ്പൊ ഡ്രോൺ എത്ര പൊസിഷൻ ഹൈറ്റിലാണ് നിൽക്കുന്നതെന്ന് കാണിക്കണം. അപ്പൊ ആദ്യം അപ്വേർഡ് പോയിപ്പോ നമ്മൾ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. 6 - 4 = 2. പക്ഷെ ഇതില് നമ്മൾ സം ഓഫ് ടേംസ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 6 + -4 = 2 എന്ന് എഴുതണം. അപ്പൊ ഇവിടെ രണ്ട് ടേമാണ് വരുന്നത്. ഒന്ന് 6 എന്ന് പറയുന്ന ടേമും പിന്നത്തെ വരുന്നത് -4 എന്ന് പറയുന്ന ടേമും. ഇതിനെ സ്വാപ്പ് ചെയ്ത് തിരിച്ച് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? -4 + 6 എന്ന് കിട്ടും. ഇവിടെയും ആൻസർ എന്ത് തന്നെയാണ് വരുന്നത്? 2 തന്നെയാണ് വരുന്നത്. ഓപ്പോസിറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ലാർജർ നമ്പറിന്റെ സൈൻ ഇടുക, 2 വരും. വിൽ ദ സം ചേഞ്ച് ഇഫ് യു സ്വാപ്പ് ദ ടേംസ്? ടേംസ് ചേഞ്ച് ചെയ്താലും നമുക്ക് എന്ത് വരുന്നില്ല? ടേംസ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയാലും സമ്മിന് വ്യത്യാസമൊന്നും വരുന്നില്ല. We already know that swapping the terms does not change the sum when both the terms are positive. Positive numbers ആണെങ്കിൽ ഇത് വ്യത്യാസമൊന്നും വരില്ല. Will this also hold when there are terms having negative numbers as well? Take some more expression and check. നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? നെഗറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ -4 സം ആണ് എടുക്കുന്നത് നോക്കണം. വിൽ ദിസ് ഓൾസോ ഹോൾഡ് വെൻ ദർ ആർ ടേംസ് ഹാവിംഗ് നെഗറ്റീവ് നമ്പേഴ്സ് ആസ് വെൽ? നെഗറ്റീവ് നമ്പേഴ്സ് ഇപ്പൊ -4ഉം -2 എടുക്കുവാണെങ്കിൽ അവിടെ നമ്മൾ ഇത് സം ചെയ്യുകയോ ചെയ്യണത്. അതിപ്പോ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയാലും -2 + -4 തന്നെ വരും. രണ്ട് ചെയ്താലും ആൻസർ എത്ര തന്നെയാണ്? -6. വേറെ എക്സാമ്പിൾ ചെയ്താമോന്നാ ചോദിച്ചാൽ ഇതൊക്കെ ഇതിന്റെ അകത്ത് പിന്നെ ഒരു എക്സാമ്പിൾ -6 + -8. -8 -6 അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയാൽ നമുക്ക് എത്ര തന്നെ ആൻസർ കിട്ടേണ്ടത്? -14 തന്നെയാണ് വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. Can you explain why this is happening using token model of the integers that we saw in class 6 textbook of mathematics? അപ്പൊ ക്ലാസ് 6ന്റെ ടോക്കൺ മോഡൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ -4 -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള 4 റെഡ് സർക്കിൾസ് എടുത്തു, പിന്നെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള 2 എടുത്തു. ഇതിന്റെ അകത്ത് ടോട്ടൽ കൗണ്ട് ചെയ്തേ 1 2 3 4 5 6 ആണ് വരുന്നത്. എത്ര നെഗറ്റീവ് ടോക്കൺസ് ആണുള്ളത്? 6 നെഗറ്റീവ് ടോക്കൺസ്. അത് തന്നെ നമുക്ക് എന്ത് കിട്ടി? -6 കിട്ടി. അടുത്ത കേസിൽ നെഗറ്റീവ് 2 ടോക്കൺസ് എടുത്തു, അതുപോലെ തന്നെ താഴെ -4 ടോക്കൺസ് എടുത്തു. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ എത്ര ടോക്കൺസ് ഉള്ളത്? 6 ടോക്കൺസ്. അതും ഏതാണ്? -6 ടോക്കൺസ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ അകത്ത് വേറെ എക്സാമ്പിൾ എടുക്കുവാണ്. -6ഉം -7ഉം ഇത് 3 നമ്പേഴ്സിന്റെയാണ്. അത് 3 നമ്പേഴ്സിന്റെ കേസ് വന്നാലും വ്യത്യാസമൊന്നും വന്നില്ല. ഇനി അടുത്ത കേസിൽ thus in an expression having two terms, swapping them does not change the value. ടേം 1ഉം ടേം 2ഉം ആഡ് ചെയ്തിട്ട് തിരിച്ച് ആഡ് ചെയ്യുക. ടേം 2 + ടേം 1 ചെയ്താലും എന്ത് വരുന്നില്ല? വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി നമ്മൾ 3 ടേംസ് എടുക്കാം. -7 + 10 -11. ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. -7ഉം 10ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആദ്യം -7ഉം 10ഉം ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 3 കിട്ടും. കാരണം ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടുക. ഇനി എന്ത് ചെയ്യുക? 3 + -11. ഇവിടെയും ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നത്. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടുക. ഇവിടെ 11ന്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പൊ ആൻസർ എത്ര കിട്ടും? -8 കിട്ടും. ഇവിടെ ഫസ്റ്റ് 2 ടേംസ് ആഡ് ചെയ്തു, അതിന്റെ സമ്മിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? തേർഡ് ടേം ആഡ് ചെയ്തത്. ഇനി അടുത്ത കേസിൽ ലാസ്റ്റ് 2 ടേംസ് നമ്മൾ ആഡ് ചെയ്യുക. 10ഉം -11ഉം ആഡ് ചെയ്യുക. അപ്പൊ ഓപ്പോസിറ്റ് സൈൻ ആണ് വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക, വലിയ നമ്പറിന്റെ സൈൻ ഇടുക. അപ്പൊ 7 വന്നു, അല്ല -1 വന്നു. ഇനി ആദ്യത്തെ ടേമിന്റെ കൂടെ ആഡ് ചെയ്യുക. -7ഉം -1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെയാണ്? -8 തന്നെയാണ് വരുന്നത്.
ലാസ്റ്റ് 2 ടേംസ് ആഡ് ചെയ്തിട്ട് ആ സമ്മിന്റെ കൂടെ എന്ത് ചെയ്തു, ഫസ്റ്റ് ടേം ആഡ് ചെയ്തു. വാട്ട് ഡു യു സി, ദ സം ആർ സെയിം ഇൻ ബോത്ത് കേസസ്. രണ്ട് കേസിലും സമ്മ് സെയിം തന്നെയായിട്ടാണ് വരുന്നത്. Again we know that while adding positive numbers, grouping them in any of above two ways gives the same sum. നമ്മൾ എങ്ങനെ ആഡ് ചെയ്താലും പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താലും നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്താലും അഡീഷൻ ആയതുകൊണ്ട് എങ്ങനെ എഴുതിയാലും എന്ത് തന്നെയായിരിക്കും വരുന്നത്, കറക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. Will this also hold when there are terms having negative numbers as well? ഇതിന്റെ അകത്ത് നെഗറ്റീവ് നമ്പേഴ്സ് മാത്രം വന്നാലും ഇത് കറക്റ്റ് ആയിട്ട് തന്നെയാണ്. അതെ. Can you explain why this happening using token model of integers we saw in class 6 textbook of mathematics? അപ്പൊ ടോക്കൺ മോഡലിൽ സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണ്. -6, -7, -13. അപ്പൊ -6 -7 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നത്, അല്ല സെയിം സൈൻ. -6 -7 സെയിം സൈൻ ആണ്. സെയിം സൈൻ വരുമ്പോൾ ആഡ് ചെയ്യണം. 6 + 7 എന്ന് പറയുമ്പോൾ 13 കിട്ടും. എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടുക. ഇവിടെ 7 ആണ് വലിയ നമ്പർ, അതിന്റെ സൈൻ നെഗറ്റീവ്. ഇപ്പൊ -13 + -13. ഇവിടെയും സെയിം സൈൻ ആഡ് ചെയ്യുക, വലിയ നമ്പറിന്റെ സൈൻ ഇടുക. രണ്ട് സെയിം ആയതുകൊണ്ട് നെഗറ്റീവ് തന്നെ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് 2 നമ്പേഴ്സിന്റെ സം എടുക്കുക. -7 + -13 സെയിം സൈൻ ആഡ് ചെയ്യുക, -20. -20 -6 എത്ര തന്നെ വരും, -26 വരും. രണ്ടും സെയിം തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ടോക്കൺ മോഡലിൽ സോൾവ് ചെയ്യാൻ പോവാം. ടോക്കൺ മോഡലില് ആദ്യത്തേല് എന്ത് ചെയ്യുക, -6ഉം -7ഉം. ആദ്യത്തെ റോയില് 6 നെഗറ്റീവ് ടോക്കൺസും രണ്ടാമത്തെ റോയില് 7 നെഗറ്റീവ് ടോക്കൺസും വെക്കുകയാണ്. ലാസ്റ്റത്തെ റോയില് 13 നെഗറ്റീവ് ടോക്കൺസ് വെക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെയാണ് കിട്ടണത്, -26 ടോക്കൺസ് തന്നെയാണ് വന്നത്. ഇവിടെയും ലാസ്റ്റ് 2 ടോക്കൺസ് ആഡ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഫസ്റ്റ് ടോക്കൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര തന്നെയായിരിക്കും കിട്ടുന്നത്, -26 തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന്റെ റീസൺ അവർ പറയുകയാണ്, thus grouping in terms of an expression in either of the following way gives the same value. എങ്ങനെയാണെങ്കിലും സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. ടേം 1ഉം ടേം 2ഉം ആഡ് ചെയ്തിട്ട് ടേം 3 പിന്നീട് ആഡ് ചെയ്താലും, ടേം 2ഉം ടേം 3ഉം ആഡ് ചെയ്തിട്ട് ടേം 1 ആഡ് ചെയ്താലും എന്ത് ആൻസർ തന്നെയായിരിക്കും വരുന്നത്, സെയിം ആൻസർ തന്നെയായിരിക്കും വരുന്നത്. എപ്പോഴും എന്ത് തന്നെയേ കിട്ടുള്ളൂ, -8 തന്നെ ആൻസർ കിട്ടുള്ളൂ. Thus adding the terms of an expression in any order give the same value. സെയിം വാല്യൂ തന്നെയാണോ കിട്ടുന്നത്. Take some more expression and check. കുറച്ചും കൂടി ഇത് എഴുതിയിട്ട് എക്സ്പ്രഷൻ എഴുതിയിട്ട് ചെക്ക് ചെയ്യാം. Consider the expression with more than 3 terms also. 3ൽ കൂടുതൽ ടേംസ് വന്നതും ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പം 3 ടേം എടുത്താലും 3ൽ കൂടുതൽ ടേം എടുത്താലും ആൻസർ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും വന്നത്. ഇവിടെ ആദ്യം 9 + 4 ആണ് എടുത്തിരിക്കുന്നത്. 9 + 4 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടണത്, 13 കിട്ടും. 13ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ 19 കിട്ടും. ഇനി ലാസ്റ്റ് കിടക്കണ 4ഉം 6ഉം ആഡ് ചെയ്തിട്ട് 4 + 6 എന്ന് പറയുമ്പോൾ 10 കിട്ടണം. 10ന്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ്, 19 തന്നെയാണ് കിട്ടുന്നത്. ഇനി 4 ടേംസ് എടുക്കുക. 15 -8 5 12. ഇതിന്റെ അകത്ത് ആദ്യത്തെ 2 ടേം ആഡ് ചെയ്തിട്ട് പിന്നെ 5ഉം 12ഉം ആഡ് ചെയ്തു, പിന്നെ 5 ആഡ് ചെയ്തു, പിന്നെ 12 ആഡ് ചെയ്തു. അന്നേരം 24 തന്നെയാണ് ആൻസർ കിട്ടണം. അടുത്ത കേസിൽ ആദ്യത്തെ 3 നമ്പർ ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, -8 ആഡ് ചെയ്യുക. അന്നേരം ആൻസർ നമുക്ക് എന്ത് തന്നെയേ കിട്ടുള്ളൂ, 24 തന്നെ കിട്ടുള്ളൂ. എങ്ങനെ നമ്മൾ ചെയ്താലും ആൻസർ എന്ത് തന്നെ വരുള്ളൂ, 24 തന്നെ വരുള്ളൂ. ഇനി ഇത് ടോക്കൺ മോഡലിൽ ഒന്നും ചെയ്യാനില്ല. നെഗറ്റീവ് എത്രയാണോ വരുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് എത്രയാണോ വരുന്നത് അത്രയും ചെയ്യാം. Thus the addition of terms in any order gives the same value. നമ്മൾ ഏത് വാല്യൂ എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ വരുള്ളൂ, ആൻസർ സെയിം തന്നെ വരുള്ളൂ. Therefore in an expression having only addition, it does not matter in what order the terms are added. ഏത് ഓർഡറിലാണ് ഇത് ആഡ് ചെയ്യുന്നതെന്നൊന്നും കാര്യമാക്കുന്നില്ല. നമുക്ക് എന്തായാലും ഫൈനലി സെയിം വാല്യൂ തന്നെയായിരിക്കും ആൻസർ കിട്ടുന്നത്. Let us consider expression having multiplication and division also without the order of operation specified by brackets. ഇതിന്റെ അകത്ത് ഇനി നമ്മൾ കൂടെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുവാണെങ്കിൽ എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം. വാല്യൂ സച്ച് എക്സ്പ്രഷൻ ആർ ഫൗണ്ട് ബൈ ഫസ്റ്റ് ഇവാലുവേറ്റിംഗ് ദ ടേംസ്. ഓരോ ടേംസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യണം. ഇപ്പൊ ആദ്യം നമ്മൾ 30 + 5 + 4. 30 എന്ന് പറയുന്ന ഒരു ടേമാണ്, 5 + 4 എന്ന് പറയുന്ന അടുത്ത ടേമാണ്.
അപ്പൊ നമ്മൾ ആദ്യം 5+4 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. 5+4 20 ആണ് വന്നത്. 20 + 30 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. ഇനി ദ എക്സ്പ്രഷൻ 5 × 3 + 2 ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ 5 × 3 + 2 ഇത്ര ഒരു ടേം ആയിട്ട് വരും. 5 × 3 + 2 ഒരു ടേം ആയിട്ട് വരും. 7 ഇത് 7 × 8 ആയിട്ടാണ്. 7 × 8 എന്ന് പറയുന്ന അടുത്ത വാല്യൂ ആയിട്ട് വരും. 3 എന്ന് പറയുന്ന അടുത്ത വാല്യൂ ആയിട്ട് വരും. അതില് ഈ 5 × 3 + 2 ആദ്യം 3 + 2 എത്രയാണെന്ന് സോൾവ് ചെയ്യും. അപ്പൊ എത്രയാന്ന് കിട്ടും? 5 × 5. പിന്നെ നമുക്ക് അടുത്ത ടൈം എത്രയാണ്? 7 × 8. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 3 വന്നത്. അപ്പൊ നമ്മൾ ഇത് നമ്പേഴ്സ് എഴുതുമ്പോൾ എന്ത് ചെയ്യും? 25 പ്ലസ് പിന്നെ നമ്മൾ 7 × 8 എത്രയാന്ന് കണ്ടുപിടിക്കും. 56 + 3. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 84 ആണ് കിട്ടും. എപ്പോഴും ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ സോൾവ് ചെയ്യുക. പിന്നെ അഡീഷൻ. അഡീഷനിൽ ഓരോന്നും സെപ്പറേറ്റ് ടേംസ് ആയിട്ട് അതിൻ്റെ അകത്ത് എഴുതും. അടുത്ത ക്വസ്റ്റ്യനിൽ മാനസ ഈസ് ആഡിങ് എ ലോങ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. കുറേ നമ്പേഴ്സ്, ഇത്രയും നമ്പേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്യുക. It took her 5 minutes to add them all and she got the answer 11,748. 5 മിനിറ്റ് എടുത്താണ് ആൾ ഇത്രയും സോൾവ് ചെയ്തത്. Then she realized that she had forgotten to include the fourth number 9055. ഈ നമ്പർ ആഡ് ചെയ്യാൻ മറന്നുപോയി. Does she have to start all over again? ഒന്നോടെ ഇതെല്ലാം ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ടേംസ് അറേഞ്ച്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 4 ആഡ് ചെയ്തിട്ട് 5ാമത്തെ നമ്പർ ആഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ് വരുന്നത്. നമ്മൾ എങ്ങനെ ആഡ് ചെയ്താലും നമുക്ക് ഫൈനൽ ആൻസർ എത്ര തന്നെ കിട്ടും? 20,804 എന്ന് പറയുന്ന ആൻസർ തന്നെ കിട്ടുള്ളൂ. നമ്മളപ്പം തിരിച്ച് ആഡ് ചെയ്താലും മാറ്റി ഇപ്പൊ ആദ്യം ഇത് 2 ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ഇത് 2 ആഡ് ചെയ്താലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇത് ആഡ് ചെയ്താലോ വ്യത്യാസമൊന്നും വരുന്നില്ല. In mathematics, we use the phrase commutative property of addition instead of saying swapping terms does not change the sum. നമ്മൾ എന്താണ് ഈ സ്വാപ്പിംഗ് ടേംസ് ഡസ് നോട്ട് ചേഞ്ച് ദ സം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മുകള് നമ്പേഴ്സിനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറ്റിയിട്ട് ആഡ് ചെയ്താലും വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് ഇത്രയും വിശാലമായി പറയുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൊടുക്കാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? a + b = b + a. 12 + 3 എന്ന് പറയുന്നത് ആരോട് ഈക്വലോ? 3 + 12നോട് ഈക്വൽ ആണ്. അപ്പൊ ഒറ്റയടിക്ക് നമുക്ക് എന്തെന്ന് എഴുതി വെച്ചാൽ മതി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഗ്രൂപ്പിംഗ് ഡസ് നോട്ട് ചേഞ്ച് ദ സം. ഗ്രൂപ്പിംഗ് സമ്മിനെ മാറ്റുന്നില്ല എന്ന് കാണിക്കാൻ നമുക്ക് എന്ത് പ്രോപ്പർട്ടി കൊടുത്തേച്ചാൽ മതി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ കൊടുത്തേച്ചാൽ മതി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് അഡീഷൻ എങ്ങനെയാണ്? a + b + c = a + b + c. ബിയും സിയും ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2 + 1 + 3. 2ഉം 1ഉം ആഡ് ചെയ്യാം. അതെന്ന് പറയുന്നത് ആരോട് ഈക്വൽ ആയിരിക്കും? 2 + 1 + 3നോട് ഈക്വൽ ആയിരിക്കും. ഇവിടെ 2 + 1 3, 3 + 3 6 ആണ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 3 + 1 എടുക്കുമ്പോൾ 4 കിട്ടും. 4 + 2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് തന്നെയാന്ന് കിട്ടും? 6 തന്നെയാന്ന് കിട്ടും. അപ്പം സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി സ്വാപ്പിംഗ് ദ ഓർഡർ ഓഫ് തിങ്സ് ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ സ്വാപ്പിംഗ് പറ്റാറുണ്ട്. മാനസ ഈസ് ഗോയിങ് ഔട്ട്സൈഡ് ടു പ്ലേ. കളിക്കാൻ പോവാണ്. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു വിയർ യുവർ ഹാറ്റ് ആൻഡ് ഷൂസ്. നീ തലയിൽ തൊപ്പിയും വെക്കണം, കാലില് ഷൂസും ഇടണം. വിച്ച് വൺ ഷുഡ് സി വിയർ ഫസ്റ്റ്. ആദ്യം ഏതായിരിക്കും വിയർ ചെയ്യുന്നത്? ചിലപ്പോൾ എന്ത് ചെയ്യാം? ഹാറ്റ് വിയർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഷൂസ് ഇടാം. അല്ലെങ്കിൽ ഷൂസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം? ഹാറ്റ് വിയർ ചെയ്യാം. അവിടെ സ്വാപ്പിംഗ് നടത്തിയെന്ന് എഴുതി നമുക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നണില്ല. മാനസ വിൽ ലുക്ക് എക്സാക്ട്ലി ദ സെയിം ഇൻ ബോത്ത് കേസസ്. എങ്ങനെ ഇട്ടാലും നമുക്ക് അവസാനം നോക്കുമ്പോൾ എന്ത് കിട്ടും? തലയിൽ തൊപ്പിയും കാണും, കാലിൽ ചെരുപ്പും കാണും. അപ്പൊ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ വേറൊരു സിറ്റുവേഷൻ തിരിച്ചു വരിക എന്നിരിക്കട്ടെ. മാനസയുടെ അമ്മ വേറൊരു കാര്യം പറയാണ്, വിയർ യുവർ സോക്സ് ആൻഡ് ഷൂസ്. സോക്സ് ഷൂസ് ഇടാൻ പറയുമ്പോൾ വ്യത്യാസം വരും. അപ്പൊ ഓർഡർ എന്ത് ചെയ്യും? മാറ്റേഴ്സ്. ഓർഡർ വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സോക്സ് ഇട്ടതിന് ശേഷമല്ലേ നമുക്ക് ഷൂ ഇടാൻ പറ്റുള്ളൂ. അല്ലാതെ ഷൂ ഇട്ടതിന് ശേഷം സോക്സ് ഇടാൻ പറ്റൂലല്ലോ. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ബോധമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോയി എന്ന് തോന്നും. അപ്പൊ അതിലും അവിടെ നമുക്ക് എന്ത് വ്യത്യാസമുണ്ടോ? ഓർഡർ മാറ്റേഴ്സ് ആണ്. ഈ സബ്ട്രാക്ഷന്റെ കേസിലാണ് ഈ ഓർഡർ വന്നത്. കാരണം 2 - 3 എന്ന് പറയണതും 3 - 2 എന്ന് പറയണതും സെയിം അല്ല. 3 - 2 1ഉം 2 - 3 എന്ന് പറയണത് -1ഉം ആണ്. ചില കേസസിൽ അതെന്താണ്? ഓർഡർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചില കേസസിൽ ഓർഡർ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ബാക്കിയത്തെ പോർഷൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ റിമൈനിങ് പോർഷൻസ് ആയിട്ടുള്ള വീഡിയോസും കൂടി വാച്ച് ചെയ്യാം. താങ്ക്